സമരം മുന്നോട്ട് പോകും. ഒരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീക്കാണ് നീതി വേണ്ടത്. അവര് വേറെ എവിടെയെങ്കിലും റെഫറൻസിന് പോയി എന്നാണ് പറഞ്ഞത്. അത്തരം കിരാത നടപടി, സൂപ്രണ്ടിന്റെ കിരാത നടപടിക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ഇതിന് നടപടി ഉണ്ടാവുന്നത് വരെ സമരമുഖത്ത് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് നമ്മുടെ ഓരോ എന്തായാലും ഇവർ പറയുന്നത്, ഇവർ ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിലുള്ളൊരു ഒരു മറുപടി സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ആ തരത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ്, പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ ആ പ്രതിഷേധത്തിന്റെ വഴി മാറിയിരിക്കുന്നത്. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് ആ പ്രതിഷേധം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരണം എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? എന്താണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്? ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോൾ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരു കാര്യമല്ല കിട്ടിയത്. അതുകൊണ്ട് ഈ പ്രതിഷേധം ഞങ്ങൾ തുടരുകയാണ്. അവര് പറയുന്നത് അവര് 2 മാസമായി ഇവിടെ ചികിത്സയിലുള്ളതാണ്. പക്ഷെ പിന്നീട് അവര് വയറുവേദന എടുത്ത് വന്നപ്പം അവരുടെ വയറ്റിൽ നിന്ന് ആ തുണിക്കെട്ട് പോയെന്ന് പറഞ്ഞ, പക്ഷെ അവരെ നിന്ന് സംഭവിച്ച ഒരു കാര്യമല്ല എന്നാണ് അവർ പറയുന്നത്. അത്രയാണ് സൂപ്രണ്ട് നമ്മളോട് പറയാൻ പറ്റുക. അത് ശരിക്കും അവർക്ക് അറിയാതെയാണ് അവർ സംഭവിച്ചത്. ശരിക്കും ഒന്നും ഇങ്ങനെ സംഭവിക്കില്ല. അവരത് മറച്ചു വെക്കുകയാണ്. അവർ ജസ്റ്റ് പറഞ്ഞത് ഇതൊരു മീഡിയയിൽ വന്നതുകൊണ്ടാണ് നിങ്ങളിത് പുറം ലോകം അറിഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സൂപ്രണ്ട് സംസാരിച്ചത്. ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധമായി നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഞങ്ങളെ അറസ്റ്റ് ചെയ്താലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. വളരെ ലാഘവത്തോടു കൂടിയാണ് അവര് പറഞ്ഞത്. ആ രോഗി, ആ സ്ത്രീ, ആ സഹോദരി വേറെ എവിടെയോ ചികിത്സ നേടിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. സ്ത്രീ അല്ലേ എന്ന് പരാമർശിക്കുകയാണ് ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് സൂപ്രണ്ട് പെരുമാറിയത്. അതിനെതിരെ സന്ധിയില്ലാ സമരം തന്നെയാണ്. ഓരോ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഈ സമരം. എന്തായാലും ആ തരത്തിൽ തന്നെയാണ് ഇവർ ആക്ഷേപം അന്വയിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണമാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് ഉയർത്തുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഒരു വിഭാഗം ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കി. പക്ഷേ ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ ഇവിടേക്ക് എത്തി. സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷയം ഇപ്പോൾ മഹിളാ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. അവർ പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതുൾപ്പെടെയുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം. ഇനി ഇവരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കുമോ എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും കനത്ത രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. കൃത്യമായൊരു മറുപടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. ഇതിനകത്ത് കൃത്യമായൊരു ഒരു മറുപടി ഉണ്ടാകേണ്ടതുണ്ട്. ആ മറുപടിയിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രി പരിസരത്ത് നിന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുള്ളത്. വനിതാ പോലീസ് കൂടുതൽ എത്തിയിട്ടുണ്ട്. വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത്. അവരെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റുന്ന, അതായത് ഇവിടെ ഇതിനു മുന്നിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ച ആളുകളെ പൂർണ്ണമായും ഇവിടെ നിന്നും മാറ്റുന്ന ഒരു ഇടപെടൽ, അതാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെ BJP ഇത് ഉപരോധിക്കുന്ന, അതായത് ഇതിന് തൊട്ടു മുന്നിൽ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചത് കോൺഗ്രസ് ആണ്. ഇതിന് മുന്നിൽ, അതായത് ഈ ആശുപത്രി കവാടത്തിന് മുന്നിൽ BJP പ്രവർത്തകരും ഉപരോധവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ ആ സംഘർഷഭരിതമായ അവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ ഉള്ള ഒരു പ്രതിഷേധം, ആ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു വ്യക്തമായ മറുപടി നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. അതിൽ ഈ യുവതിയെ കുറ്റക്കാരിയാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് ശരി. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുന്നത്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിലുള്ള പ്രതിഷേധം ശക്തമായിരിക്കുന്നു. ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അവിടെ എത്തിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. സുർജിത്ത് അയ്യപ്പത്ത് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രസവത്തിന് ശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. തൊട്ടു പിന്നാലെ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. DMOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതിഷേധം ആണ് നമ്മൾ കണ്ടത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.